ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇവിടുത്തെ മോഡൽ എക്സാംസിനെയും ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെയാണ്. ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഓർഡിനറി സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഞാൻ കണ്ടതിൽ വെച്ചത് ബെസ്റ്റ് സിസ്റ്റമാണ്. എല്ലാവരും പറയും ഇവിടെ സ്ട്രെസ്ഫുൾ ആണ്, അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു മെമ്മറിയാണ് ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ. എല്ലാവരും ഹെൽപ്ഫുള്ളാണ്. ആരോട് എന്ത് ചോദിച്ചാലും അവർ നല്ല സപ്പോർട്ടീവായിട്ട് തന്നെ നിൽക്കുള്ളൂ. ഇപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ചിലപ്പം ടെൻഷൻ വരും. കാരണം നമ്മുടെ റാങ്ക് വരുമ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ഒരുപാട് പുറകിലോട്ടാവുന്ന സമയത്ത് അവർ പേഴ്സണലി വിളിച്ചിരുത്തി പറയുമായിരുന്നു. ഇപ്പോൾ ക്ലാസ് ടീച്ചർ മാത്രമല്ല, ഹോസ്റ്റലിലുള്ള ഞങ്ങളുടെ വാർഡൻസ് ആണെങ്കിലും പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ നമ്മൾ അവരുടെ അടുത്ത് പോകണം. അപ്പോൾ അവർ പറയും നിന്നെ കൊണ്ട് പറ്റും, നീ ട്രൈ ചെയ്യും, നിന്നെക്കൊണ്ട് എന്തായാലും പറ്റും, ഈ തവണ എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും എല്ലാ സ്ട്രെസ്സും കൂടി നമ്മൾ മാത്രം അത് ക്യാരി ഓൺ ചെയ്യണം, നമ്മൾ മാത്രം അത് മുൻതൂക്കം കൊടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പകുതി പോകുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അക്കാഡമിക്കലി മാത്രമല്ല ഡെവലപ്പ് ആവും, നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ആവും. എസ്പെഷ്യലി ചില പിള്ളേരൊക്കെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എന്താ പറയുക, ഹോസ്റ്റൽ അഡ്ജസ്റ്റ് ചെയ്യുക, ബാക്കി ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക, ഒരു സോഷ്യൽ ബീങ് ആയി മാറുകയാണ് നമ്മളിവിടെ. MBBS പോലുള്ള ഒരു കോഴ്സിൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ തിയറി എന്ന് പറഞ്ഞാൽ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് എക്സാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്തുകൊണ്ടും നല്ലതാണ്. ബിക്കോസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഒരു ഡിസിപ്ലിൻ പഠിക്കും. ഒരു ഡോക്ടർ എന്ന നിലയിൽ അതാണ് ഏറ്റവും വേണ്ടത് ലൈഫിൽ. അപ്പം അങ്ങനെ ലൈഫിനെ തന്നെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ. 2024 നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ബ്രില്യന്റിനെ തന്നെ അഭിമാന താരകങ്ങളായി മാറിയ തമിഴ്നാട്ടിലെ GMC വിരുദനഗറിൽ പഠിക്കുന്ന കുട്ടികളാണ് നമ്മളോടൊപ്പം ഇന്ന് ചേർന്നിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം. എന്താണ് മോളുടെ പേര്? ഹായ്, എൻ്റെ പേര് ഹിബ. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ ബ്രില്യൻ്റിൽ Q35 ബാച്ചിലാണ് പഠിച്ചത്. ഹലോ, എൻ്റെ പേര് അമീറ. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഞാനിവിടെ P27 ബാച്ചിലാണ് പഠിച്ചത്. ഹായ്, എൻ്റെ പേര് ഫാത്തിമ അബ്ദുൽ നാസർ. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ S18 ബാച്ചിലാണ് പഠിച്ചത്. ഹായ്, ഞാൻ അഫ്രിനാണ്. ഞാൻ കന്യാകുമാരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വന്നിട്ട് ഇവിടുത്തെ ഓൺലൈൻ ബാച്ചിലാണ് പഠിച്ചത്. ഹലോ, എൻ്റെ പേര് ശ്വേത. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ P7 ബാച്ചിലാണ് പഠിച്ചത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ് നീറ്റ് അല്ലേ? നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ്. അപ്പം നമ്മുടെ ചെറിയ പ്രായത്തിൽ തൊട്ടുള്ള നമ്മുടെ ഡ്രീം ആയിരിക്കും MBBS എന്ന് പറയുന്നത് അല്ലേ? അപ്പം ആ MBBS എന്ന് പറയുന്ന ഒരു ഡ്രീം അച്ചീവ് ചെയ്ത് ഇന്നൊരു ഡ്രീം കോളേജിലാണ് മോള് പഠിക്കുന്നത്. മോൾക്ക് എങ്ങനെയാണ് ഈ ഒരു ജേണി, എങ്ങനെയാണ് മോളെ ഹെൽപ്പ് ചെയ്തത് ബ്രില്യൻ്റിലെ ജേണി മോൾക്ക് ഈ ഒരു ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ എത്താനായിട്ട്? ബ്രില്യൻ്റിലെ ജേണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ജേണിയാണ്. ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ടെൻഷനിലും പേടിയിലൊക്കെയാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ ഒരുപാട് നല്ല മെമ്മറീസൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് പോയത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ എൻ്റെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്. എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് നിത്യ മാം എന്നായിരുന്നു. ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇപ്പം ഒരു എക്സാമിന് മാർക്ക് പറഞ്ഞാൽ പോലും അത് സാരമില്ല, നമുക്ക് പിന്നെയും പഠിക്കാം, അടുത്തതിൽ അടിപൊളിയായിട്ട് പഠിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇവിടുത്തെ മോഡൽ എക്സാംസിനെയും ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെയാണ്. ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഓർഡിനറി സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഞാൻ കണ്ടതിൽ വെച്ചത് ബെസ്റ്റ് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിലൂടെ തന്നെ പിള്ളേർ പഠിക്കുമ്പോൾ തന്നെ അവർക്ക് ഇത് ക്രാക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഓൺ ദ വേ അവർക്ക് കിട്ടും. പിന്നെന്താ പറയുക, എൻ്റെ കൂടെ പഠിച്ച കുറേ പേര് ഇപ്പം കേരളത്തിൽ തന്നെ പല മെഡിക്കൽ കോളേജസിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ പറയാനുള്ളതൊക്കെ ബ്രില്യൻ്റിലെ കഥകളും അവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റിയൊക്കെയാണ് ഒരുപാട് പറയാനുള്ളത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ബ്രില്യൻ്റ് തന്നത്. നമുക്കിവിടെ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ഒരു ജേണി എന്ന് പറയുന്ന അപ്സ് ആൻഡ് ഡൗൺസിലൂടെയാണ് പോകുന്നത് അല്ലേ? ചിലപ്പം നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് എത്തും, കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ താഴേക്ക് വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് മോളെ ആരാണ് കുറച്ചും കൂടെ, ഇപ്പം മെൻറ്ററിംഗ് എന്നൊക്കെ പറയുന്നത് ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻറ്റേഴ്സും നിങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മോളുടെ ലൈഫിൽ ആ മെൻറ്റർ തന്നിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻറ്റ് പറയാമോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ. ഇപ്പം എന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഫിസിക്സിൽ കുറച്ച് വീക്കായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം എപ്പം മോഡൽ എക്സാം വരികയാണെങ്കിൽ അല്ലെങ്കിൽ വീക്ക്ലി എക്സാം വരികയാണെങ്കിലും ഫിസിക്സിൽ കുറച്ചൊരു ബാക്കൗട്ട് നിൽക്കുന്ന ആളായിരുന്നു. അപ്പം നമ്മളിത് ആദ്യമായിട്ടാണല്ലോ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. നമ്മൾ +2 വരെ പഠിച്ച ആ രീതിക്കല്ല പിന്നെ അങ്ങോട്ട് പഠിക്കേണ്ടത്. അപ്പം ക്ലാസ് ടീച്ചർ വന്നിട്ട് എങ്ങനെയൊക്കെ പഠിക്കണം, അതായത് അവർക്ക് മുന്നേ എക്സ്പീരിയൻസ് ഉണ്ട് എങ്ങനെയാണ് കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ക്ലാസ് ടീച്ചർ വന്ന് പറയും പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനാണ് ഫിസിക്സിൽ ഒരുപാട് പറഞ്ഞിട്ടുള്ളത്. വെറുതെ തിയറിയിൽ ഇരിക്കാതെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത്
പ്രാക്ടീസ് ചെയ്യാനാണ് എന്നോട് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ, ഇപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ചിലപ്പം ടെൻഷൻ വരും. കാരണം നമ്മുടെ റാങ്ക് വരുമ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ഒരുപാട് പുറകിലോട്ടാവുന്ന സമയത്ത് അവർ പേഴ്സണലി വിളിച്ചിരുത്തി പറയുമായിരുന്നു. ഇപ്പോൾ ക്ലാസ് ടീച്ചർ മാത്രമല്ല, ഹോസ്റ്റലിലുള്ള ഞങ്ങളുടെ വാർഡൻസ് ആണെങ്കിലും പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ നമ്മൾ അവരുടെ അടുത്ത് പോകണം. അപ്പോൾ അവർ പറയും നിന്നെക്കൊണ്ട് പറ്റും, നീ ട്രൈ ചെയ്യും, നിന്നെക്കൊണ്ട് എന്തായാലും പറ്റും, ഈ തവണ എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് പിന്നെ എൻ്റെ പാരൻസിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ വീട്ടിൽ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവരൊരിക്കലും ടെൻഷൻ ആക്കിയിട്ടില്ല. ഇപ്പം ഇത് ഒന്നിന് മാർക്ക് കുറവാണെങ്കിലും അവരെന്നെ ഒന്നിനും വായിക്ക് പറഞ്ഞിട്ടില്ല, അടുത്തതിന് നമുക്ക് നല്ലപോലെ പഠിക്കാം, നല്ലപോലെ മാർക്ക് വാങ്ങാം. അങ്ങനെ ഓവറോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു എഫേർട്ടാണ് ഞാൻ ഇന്ന് ഈ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് നിങ്ങൾ നീറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ക്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ പിയർ പ്രഷറാണ് അല്ലേ, പിയർ ഗ്രൂപ്പ് പ്രഷറാണ് അല്ലേ. അപ്പം അതൊക്കെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ മെക്കാനിസംസ് ആണ് എടുത്തിരുന്നത്, നമ്മൾ പറയൂ. ഇവിടെ അധികം പിയർ പ്രഷർ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്കിപ്പോൾ ഒരു എക്സാമിന് മാർക്ക് കുറവായാലും അവർ സപ്പോർട്ട് ചെയ്തിട്ട് തെറ്റിയ ക്വസ്റ്റ്യൻസ് ആയാലും അവർ തന്നെ കുറേ പറഞ്ഞു തരാനും ഒരുമിച്ചിരുന്ന് പഠിക്കാനും ഒക്കെ ഞങ്ങൾ ശ്രമിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാക്കൾട്ടീസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എൻ്റെ ഹോസ്റ്റൽ എ ബ്ലോക്കിന് തൊട്ടടുത്തുള്ള ഹോസ്റ്റലായിരുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവരെ അപ്രോച്ച് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നമ്മൾ നീറ്റൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യത്തെ കൺസേൺ ആണ് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ ചൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ട് ഓഫ്ലൈൻ ചൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് വരൂ അല്ലേ, നമുക്ക് അങ്ങനെ മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് മിഥ്യാധാരണകളുണ്ട് അല്ലേ. പക്ഷെ അതിന് എന്താ പറയുക, ബദലായിട്ട് നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ പഠിച്ച് നീറ്റ് ക്രാക്ക് ചെയ്ത് ഇപ്പം നമ്മുടെ GMCയിൽ പഠിക്കുന്ന അല്ലേ നമ്മുടെ മോളോട് തന്നെ ചോദിക്കാം, നമുക്ക് എങ്ങനെയായിരുന്നു ആ ഓൺലൈൻ ബാച്ചിലുള്ള എക്സ്പീരിയൻസ്? ഓൺലൈൻ ബാച്ച് പഠിച്ചാലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെയാണ് വന്നത്? ഓൺലൈനിലെന്ന് പറയുമ്പം നമുക്ക് നല്ല ടൈം കൺസ്യൂമിങ് അല്ല സത്യം പറഞ്ഞാൽ. ബിക്കോസ് അവിടെ നമുക്ക് ലൈക്ക് ഡ്രസ്സപ്പ് ചെയ്തിരിക്കണം അങ്ങനെ ഒന്നുമില്ല. സോ അതിലൊക്കെ കുറച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അതും ഇല്ലാതെ ക്ലാസ്സസും കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നു നമ്മുടെ ഫ്രീ ടൈമിന് ഒത്തതായിട്ട്. പിന്നെ അതുമില്ലാതെ ടീച്ചേഴ്സൊക്കെ നല്ലപോലെ പഠിപ്പിച്ചു തരുമായിരുന്നു ഓൺലൈനിലായാലും. പിന്നെ വീഡിയോസ് നമുക്ക് പിന്നെ കാണാൻ പറ്റും, റെക്കോർഡഡ് വീഡിയോസ് പോലെ. പിന്നെ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ സൺഡേസൊക്കെ നമുക്ക് ഇവിടെ വന്ന് എഴുതുന്ന പോലെ പെൻ ആൻഡ് പേപ്പർ മോഡിലുണ്ട്, പിന്നെ ഓൺലൈൻ മോഡിലും ഉണ്ട് ടെസ്റ്റ്. അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ എക്സാമിനെ കുറിച്ച് പറയുമ്പം നമുക്ക് ഏറ്റവും കുറച്ചുകൂടി റിലാക്സേഷൻ തന്നെ നമ്മുടെ ഹോസ്റ്റൽ ലൈഫും കൂടെയാണ് അല്ലേ. ബ്രില്യൻ്റിൽ ഇപ്പോഴും ഹോസ്റ്റലിനെ കുറിച്ചാണ് കൂടുതൽ അനുഭവങ്ങൾ കുട്ടികൾക്ക് പങ്കുവെക്കാനുള്ളത്. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഓഫ് മെമ്മറീസിൽ ഏറ്റവും ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും മൊമെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഹോസ്റ്റലിൽ, നമ്മൾ പറയൂ. ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ നിന്നത് നടുത്തൊട്ടി എന്ന് പറയുന്ന ഹോസ്റ്റലിലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു ഹോസ്റ്റലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു ഹോംലി വൈബ് തന്നെ കിട്ടിയ ഒരു ഹോസ്റ്റലാണ് ആ ഹോസ്റ്റൽ. കാരണം നമുക്ക് ആ ഹോസ്റ്റലിൽ കയറുമ്പോൾ തന്നെ ഫുള്ള് മരങ്ങളൊക്കെയാണ്. അപ്പോൾ ഒട്ടും ചൂടൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ ഞാൻ നിന്നത് ആ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലാറ്റ് മോഡലാണ്. അപ്പോൾ ഒരു ഫ്ലോറിൽ തന്നെ ഒരു 3 ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിനകത്ത് ഒരു 5 റൂംസ്. അപ്പോൾ ആ റൂംസിൻ്റെ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ 2 persons, 3 persons, 1 person റൂംസ് ഉണ്ട്. ഞാൻ 2 person റൂമിലായിരുന്നു. പിന്നെ നല്ലൊരു റൂംമേറ്റിനാണ് എനിക്ക് കിട്ടിയതും. അതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുമ്പോൾ കുറേ മെമ്മറീസൊക്കെ ഉണ്ട്, നല്ല മെമ്മറീസൊക്കെ ഉണ്ട്. ക്രിസ്മസ് ഒക്കെ നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റീഫൻ സാർ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പഠിത്തമായാലും നമുക്ക് പഠിക്കാൻ നല്ലൊരു അന്തരീക്ഷം തരുന്ന ഹോസ്റ്റലായിരുന്നു. ഈവൻ റെഫറൻസിന് വന്നിരുന്നും പഠിക്കാം, ഹോസ്റ്റലിലിരുന്നും പഠിക്കാം, നമുക്ക് അതിനകത്തൊന്നും പ്രോബ്ലം ഇല്ല. പിന്നെ ഹോസ്റ്റലിൽ തന്നെ സ്റ്റഡി ഹാൾസ് ഉണ്ട്, അവിടെ പോയും പഠിക്കാം, അതിലും പ്രോബ്ലം ഇല്ല. പിന്നെ ഹോസ്റ്റലിൽ തന്നെ നമുക്ക് ഓൾറെഡി ടീച്ചർമാരുണ്ട്, ബ്രില്യൻറ്റിലെ ടീച്ചർമാർ തന്നെ ഉണ്ട്. നമുക്ക് ഓരോ ഫ്ലോറിനും ബ്രില്യൻറ്റിലെ ഓരോ ടീച്ചർമാർ നോക്കും. നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടും വന്ന് ഓരോ എക്സാം കഴിയുമ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് വന്ന് നോക്കി. ഇപ്പോൾ മാർക്ക് കുറഞ്ഞാലും അവർ നമ്മൾ വഴക്കൊന്നും പറയത്തില്ല. നെക്സ്റ്റ് മാർക്ക് എവിടെ കുറഞ്ഞു, എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യണം, എന്താ പറ്റിയത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഭയങ്കര ഡല്ലായിരിക്കുമ്പോഴും അവർ വന്ന് നമ്മളോട് എന്താ പറയുക പേഴ്സണലായിട്ടാണ് സംസാരിക്കുക, അല്ലാതെ എല്ലാവർക്കും കൂടി ഒരുമിച്ചൊന്നുമല്ല. പിന്നെ എല്ലാ വീക്കിലും സ്റ്റീഫൻ സാർ വന്ന് മീറ്റിംഗ് തരും. പിന്നെ ഹോസ്റ്റലിൽ തന്നെ എന്താ പറയുക ഏറ്റവും റാങ്ക് വാങ്ങിയവർക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം തരും. പിന്നെ നല്ല മോട്ടിവേഷൻ തരും. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലായാലും അത്രയ്ക്ക് പ്രോബ്ലം ഒന്നുമില്ല, നല്ല ഫുഡായിരുന്നു, ഒരു പ്രശ്നവുമില്ല. ഞാനൊരു ഹോസ്റ്റലറായിരുന്നു, ചേർപ്പുങ്കൽ കുറുമുണ്ടയിലായിരുന്നു. ഇവിടെ നിന്നൊരു 5 മിനിറ്റ്, മുത്തോലിയിൽ നിന്ന് 5 മിനിറ്റ്. ഇപ്പോൾ ബസ് യാത്രയായിരുന്നു, ബസ്സിൽ പാട്ടൊക്കെ ഉണ്ടാവും. ബെന്നിച്ചേട്ടനാണ് ബസ്സൊക്കെ അറേഞ്ച് ചെയ്ത് തരിക.
അങ്ങനെ അവിടെ ഹോസ്റ്റലായാലും ഫ്ലാറ്റ് സിസ്റ്റം ആയിരുന്നു. ഒരു ഫ്ലാറ്റിൽ ഓൾമോസ്റ്റ് 8 പേര്, അവിടെ 3 റൂം, ഓരോ റൂമിലും 3 അല്ലെങ്കിൽ 2 അത്ര ആൾക്കാരുണ്ടാവും. നല്ല റൂംമേറ്റ്സ് ആയിരുന്നു. ഫ്രണ്ട്സ് ആയാലും ഒക്കെ കമ്പൈൻ സ്റ്റഡിയും ഡൗട്ട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്ത് കൊടുക്കുക, എല്ലാം നല്ലതായിരുന്നു. മിസ്സുമാരായാലും 3 ഫ്ലോർ ഉണ്ട്, 3 ഫ്ലോറിലേക്കും ഓരോ മിസ്സുമാർ. അവരായാലും എല്ലാ എക്സാംസ്, വീക്കിലി എക്സാംസ് ഒക്കെ കഴിയുമ്പോൾ വന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് തരും. റൂംമേറ്റ്സിനിടയിലായാലും ഒരു നല്ല ഹെൽത്ത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഹോസ്റ്റൽ ലൈഫ് നല്ലൊരു ലൈഫായിരുന്നു, ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫുഡിനെ കുറിച്ചൊക്കെയോ? ഫുഡ്, ഞാനൊരു വെജിറ്റേറിയൻ ആണ്, പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു 3 നേരവും. പിന്നെ വൈകിട്ട് ചായയോടൊപ്പം എന്തെങ്കിലും കഴിക്കാനും ഉണ്ടാവും, നല്ലതായിരുന്നു. ബ്രില്യൻറ്റിലെ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തു. പക്ഷെ നിങ്ങളിപ്പോൾ ഉള്ളത് അല്ലേ GMC വിരുദനഗറിലാണ്. എൻറ്റയർലി ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് അല്ലേ. അപ്പോൾ എന്തായാലും ഒത്തിരി എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് കാണും അല്ലേ. ആ കോളേജിൽ ഇപ്പം നിങ്ങൾ 2nd ഇയർ MBBS ചെയ്യാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ GMC വിരുദനഗറിലെ എക്സ്പീരിയൻസസ് നമ്മളോട് ഷെയർ ചെയ്യാനുള്ളത്? ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റയർലി ഒരു സ്റ്റേറ്റിൽ നിന്ന് മാറി വേറെ സ്റ്റേറ്റിൽ പോയി പഠിക്കുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എല്ലാവരും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഒന്ന് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്ന് ഇപ്പോഴും പറയാറുണ്ട്, ബ്രില്യൻറ്റിലെ പഫ്സ്, ബ്രില്യൻറ്റിലെ സാൻഡ്വിച്ച് എന്നൊക്കെ. അപ്പം അതൊന്നും അവിടെ കിട്ടില്ല. പക്ഷേ എന്താ പറയുക, പക്ഷെ ഞങ്ങളിപ്പം അഡാപ്റ്റഡ് ആയിട്ട് വരികയാണ്. പിന്നെ തമിഴാണ് അവിടെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ഡോക്ടേഴ്സ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ആ ഒരു ഭാഷയോട് അഡാപ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ OP യിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിലും പേഷ്യൻസിനോട് സംസാരിക്കേണ്ടതൊക്കെ ആ ഒരു ലാംഗ്വേജിലാണ്. പിന്നെ ഭയങ്കര നല്ല ആൾക്കാരാണ് അവിടെ, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓവറോൾ നല്ലൊരു കോളേജാണത്. നല്ല ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളാണ് MBBSൻ്റെ. ഇപ്പം നമ്മൾ ബ്രില്യൻറ്റിൽ ഒരു ലൈഫ് കഴിഞ്ഞ് MBBSൻ്റെ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളിലേക്ക് പോകുമ്പം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ കുറേ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ എന്തിലൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളത്? അവിടെ അക്കാഡമിക് പ്രഷർ, യൂണിവേഴ്സിറ്റി ടൈമിൽ 2 മന്ത് ഫുള്ള് അക്കാഡമിക്കലി നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ബട്ട് അല്ലാത്ത ടൈമിൽ മന്ത്ലി എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും. പൊങ്കൽ, തമിഴ് മന്ത്രം, ഫ്രഷേഴ്സ്, പിന്നെ കൾച്ചറൽസ് ഇയർലി നടക്കാറുണ്ട്. അതുപോലെ ഇൻട്രാ കോളേജ് ഇവൻറ്റ്സ് ഉണ്ടാവും, ഇൻ്റർ കോളേജ് ഇവൻറ്റ്സ് ഉണ്ടാവും. ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്, നമുക്കെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നല്ലൊരു ചാൻസ് ഒക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇവൻറ്റ്സ് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ അവിടെ മല്ലു ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. എല്ലാവരും ഭയങ്കര ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളാണെങ്കിലും ഫ്രഷേഴ്സ് ഡേക്കൊക്കെ ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഞങ്ങളുടെ കോളേജ് ലൈഫ് മാക്സിമം അവിടെ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം വേറൊരു സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റിഗ്മയും അവിടെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവരുടെ കൂടെ അവരുടെ വൈബിനൊത്ത് അവരുടെ സെലിബ്രേഷൻസ് ആയ പൊങ്കൽ, തമിഴ് മണ്ഡലം, ഇതിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറമായിട്ട് നമുക്ക് ഹോസ്റ്റൽ ഡേ ഉണ്ട്, സ്പോർട്സ് ഡേ ഉണ്ട്, അതുപോലെ ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും മല്ലൂസ് എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും പറയണം. ഭയങ്കര ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആർക്കും തമിഴ് അത്ര വശമില്ല, എന്നാൽ കൂടി ഡയലോഗ്സ് ഒക്കെ ഞങ്ങൾ തമിഴിൽ എഴുതി പഠിച്ച് എല്ലാം ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ആ കോമ്പറ്റീഷന് ഞങ്ങളുടെ ഗ്രൂപ്പിനായിരുന്നു ഫസ്റ്റ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരേ കോളേജിലാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് എപ്പോഴും സ്ട്രോങ് ആണ്. പക്ഷെ നിങ്ങളുടെ കൂടെ പഠിച്ച ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരായിട്ട് ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? അവരൊക്കെ ഏത് കോളേജിലൊക്കെയാണ് പഠിക്കുന്നത്? ഞാൻ പഠിച്ചത് ഹോസ്റ്റലിൽ, നടുത്തോട്ടി ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നതെന്ന് പറയുന്നത് 2 persons പെർ റൂമിലായിരുന്നു. അപ്പോൾ എൻ്റെ റൂംമേറ്റിൻ്റെ പേര് അലീന എന്നാണ്. ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവളും തമിഴ്നാട്ടിലാണ് പഠിക്കുന്നത്, CMC വെല്ലൂരിലാണ് പഠിക്കുന്നത്. സെയിം യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഞങ്ങൾക്ക് സെയിം രീതിയിലാണ് എക്സാംസും കാര്യങ്ങളും ഷെഡ്യൂൾസും ഒക്കെ. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും, എന്താ പഠിച്ചു കഴിഞ്ഞോ, മോഡൽസ് വന്നില്ലേ, ടൈം ടേബിൾ വന്നില്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ റിപ്പീറ്റ് ചെയ്ത സമയത്തായാലും ഭയങ്കര ഹെൽപ്ഫുള്ളായ ഒരു ഫ്രണ്ടായിരുന്നു. ഐ മീൻ നമ്മുടെ പ്രോവർബില്ലേ, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്, അത് പ്രാവർത്തികമാക്കുന്ന ഒരു ഫ്രണ്ടായിരുന്നു കിട്ടിയത്. അതിന് ഞാൻ ഇപ്പോഴും ഭയങ്കര എന്താ പറയുക, ഗ്രേസ്ഫുള്ളാണ് അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത്. ബിക്കോസ് എൻ്റെ ഈ നീറ്റിൻ്റെ ജേർണിയിൽ ഷീ ഹാസ് സച്ച് എ ഹ്യൂജ് പാർട്ട്.
പിന്നെ അല്ലാതെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എന്താ പറയുക, ഞങ്ങളുടെ ബാച്ചിലും S18 ബാച്ചിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എസ്പെഷ്യലി പറഞ്ഞപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും എക്സ്പീരിയൻസ് അതുപോലെ തന്നെയാണ്. കാരണം എല്ലാവരുടെയും റൂംമേറ്റ്സ് ഇപ്പോൾ ഓരോരോ നല്ല കോളേജസ്, അങ്ങനെ വെച്ചാൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് തന്നെ കയറിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ റൂമിൻ്റെ അപ്പുറത്തുള്ള കുട്ടി ഞങ്ങളുടെ കോളേജിൽ തന്നെ, എന്നുവെച്ചാൽ GMC വിരുദ്നഗറിൽ തന്നെയാണ് അവർക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ നീറ്റ് റിപ്പീറ്റേഴ്സ് 2027 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെപ്പോലെ ആദ്യമായിട്ട് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ഒരു സ്വപ്നത്തിലേക്ക് വന്നവരാണ് അവരൊക്കെ, അല്ലേ? ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ബാച്ച് ചൂസ് ചെയ്തവരുണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഓൺലൈൻകാരോടെന്ന് പറയുമ്പം ക്ലാസ്സസ് വന്നിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടുപോകണം. ലൈക്ക് പെൻഡിങ് ആയിട്ടൊന്നും വെക്കാൻ പാടില്ല. പെൻഡിങ് ആയിട്ട് വെക്കുമ്പോൾ അത് പൈൽഡപ്പായി കുറച്ച് നിറയെ അധികമാവും. പിന്നെ നമുക്ക് പേഴ്സണൽ മെൻറ്റേഴ്സ് ഉണ്ട്. അവരെന്നും നമ്മൾ വീക്ക്ലി വിളിച്ച് ഇതൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെ എക്സാം എഴുതി. പിന്നെ അവർ നിറയെ അഡ്വൈസസും തരും. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് എക്സാംസ് ഒക്കെ എഴുതി പോയാൽ നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ്ലൈൻകാരോടും അത് തന്നെ പറയാനുള്ളത്, ക്ലാസ്സസ് ഒക്കെ നേരെ അറ്റൻഡ് ചെയ്യുക. അതേപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. തിയറിയിൽ ജസ്റ്റ് സ്റ്റക്കായി നിൽക്കാതെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മെൻറ്റേഴ്സിനോട്, മിസ്സുമാരോടൊക്കെ ഷെയർ ചെയ്യുക. പാരൻസിനോടായാലും എല്ലാം ഷെയർ ചെയ്യുക. എല്ലാവരും പറയും ഇവിടെ സ്ട്രെസ്ഫുൾ ആണ്, അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു മെമ്മറിയാണ് ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ. എല്ലാവരും ഹെൽപ്ഫുള്ളാണ്. ആരോട് എന്ത് ചോദിച്ചാലും അവർ നല്ല സപ്പോർട്ടീവായിട്ട് തന്നെ നിൽക്കുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് എല്ലാവരും, അല്ലേ? നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഒരു സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യുന്നത് ഡയറക്ടേഴ്സിൻ്റെ അണ്ടറിൽ കോർഡിനേറ്റേഴ്സ് ആണ് നമ്മുടെ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ നമ്മുടെ കോർഡിനേറ്റേഴ്സിൽ ആരോടെങ്കിലും ഒക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ വെറീസ് ഷെയർ ചെയ്തിട്ടുണ്ടാവും, അല്ലേ? അപ്പം അങ്ങനെയുള്ള മൊമെന്റ്സിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം എന്താ തോന്നുന്നത് മോൾക്ക്? ഞാനിവിടെ D ബ്ലോക്കിലാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ 4 കോർഡിനേറ്റേഴ്സാണ് ഉള്ളത്. ഒരു കോർഡിനേറ്റർ മാത്രമല്ല എനിക്ക് എക്സ്പീരിയൻസ് പറയാനുള്ളത്. 4 പേരും എന്നെ ഒരുമിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രദീപ് സാറ്, ജോസഫ് സാറ്, സജിത് സാറ്, സൂരജ് സാറ്. ഹെൽപ്പ് എന്ന് പറയുമ്പോൾ മെയിൻലി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഞാൻ 12th വരെ എൻ്റെ വീട്ടിൽ തന്നെ നിന്ന് പഠിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ നല്ല ഹോം സിക്കായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എക്സാംസിന് മാർക്ക് കുറഞ്ഞാലും നല്ല ഡല്ലാവുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്തിനൊക്കെ എന്നെ പിടിച്ചു കയറാൻ സഹായിച്ചത് ഇവർ 4 പേരാണ് സത്യത്തിൽ. മോഡൽസിനൊക്കെ ചില എക്സാം നമ്മൾ നല്ലപോലെ എഴുതും, ചില എക്സാം ചിലപ്പോൾ നമുക്ക് പാടായിരിക്കും, നമ്മുടെ ഫ്രണ്ടിന് എളുപ്പമായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ ചിലപ്പോൾ അങ്ങ് ഡൗൺ ആയിപ്പോവും. അതിനകത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്ത് നമ്മൾ ക്ലൈംബ് അപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരാളുടെ സപ്പോർട്ട് വേണം. സത്യം പറഞ്ഞാൽ ആ 4 പേരുടെ സപ്പോർട്ടിലാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കും, ഒരു കോളേജിൽ MBBS ചെയ്യുമ്പോൾ വിചാരിക്കും അവർ 4 പേരില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഈ MBBS എന്ന് പറഞ്ഞ ഡ്രീം നടക്കില്ലായിരുന്നു. അത്രയ്ക്ക് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. ചില മൊമെൻറ്റ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ വിളിക്കണമെന്ന് പറഞ്ഞാൽ അപ്പം മൊബൈൽ എടുത്തായിരുന്നു, വീട്ടിൽ വിളിച്ചോ, നോ സീൻ, പ്രശ്നമില്ല, അതുപോലെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അപ്പം മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ പറയും ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുപോകാം, നമുക്കിപ്പോൾ ഇരുന്ന് ചെക്ക് ചെയ്യാം, എവിടെ തെറ്റിയെന്ന് നിനക്ക്, എന്താ പ്രശ്നം പറ്റിയെന്ന് നിനക്ക്, അങ്ങനെ പറഞ്ഞു തരും. പിന്നെയെന്ന് പറയുമ്പം അവരോട് പോയി സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ എന്താ പറയുക, നമ്മുടെ പേരൻസിനോട് സംസാരിച്ച ഒരു രീതിയാണ്. അത്രയ്ക്കും നമ്മളെ കാമാക്കി വിടും. നമുക്ക് എൻ്റെ ടെൻഷൻ ഉണ്ടെങ്കിൽ അവരോട് പറയാം, അവരുടെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ട് എപ്പോഴും. നമ്മൾ ഒരിക്കലും എല്ലാ സ്ട്രെസ്സും കൂടി നമ്മൾ മാത്രം അത് ക്യാരി ഓൺ ചെയ്യണം, നമ്മൾ മാത്രം അത് മുൻതൂക്കം കൊടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പകുതി പോകുന്നതാണ്. അപ്പോൾ ബ്രില്യൻറ്റിൽ നമുക്ക് എന്താ പറയുക, പല സങ്കടങ്ങളും ഉണ്ടാവും, അത് നമ്മൾ ഷെയർ ചെയ്യണം. ആരോടാണെന്ന് വെച്ചാൽ നമുക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന ഒരാളോട് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനൊരു സൊല്യൂഷൻ തരും. അങ്ങനെയാണ് സിസ്റ്റം പോകുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതിന് ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഈ പറഞ്ഞ 4 പേരും എൻ്റെ ജീവിതത്തിൽ ഒരു 4 പില്ലേഴ്സ് കണക്കാണ്. അപ്പം നിങ്ങളിവിടെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു? അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മളിപ്പം MBBS സീറ്റൊക്കെ അച്ചീവ് ചെയ്ത് മറ്റൊരു കോളേജിലേക്ക് പോകുമ്പം. അപ്പോൾ ആ ഒരു ജേണിയിൽ നിങ്ങൾ മോൾഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ബ്രില്യൻറ്റ്, അല്ലേ? അപ്പം ആ ഒരു രീതി എങ്ങനെയായിരുന്നു? ഇതിപ്പോൾ ഞാൻ ഇവളുടെ കൂടെ കാറിൽ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് വരുമായിരുന്നു. ഇവിടെ വന്നത്തെ ഫസ്റ്റ് ഡേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വരുന്ന ഒരു മൊമെൻ്റൊക്കെ. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അധികം ഡിസിപ്ലിൻഡ് ഒന്നും അല്ലാത്തൊരു ലൈഫ് സ്റ്റൈലായിരുന്നു. തോന്നുമ്പോൾ പഠിക്കും, അല്ലാത്തപ്പോൾ പഠിക്കില്ല. അപ്പം അങ്ങനെ ഒരു രീതിയായിരുന്നു.
പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഒരു സിസ്റ്റം ലൈഫിൽ തന്നെ ഒരു ഡിസിപ്ലിൻ ഡെവലപ്പായി. ഇത്ര മണിക്ക് എണീക്കുക, ഇത്ര സമയം പഠിക്കുക, ഇത്ര സമയം മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുക, അങ്ങനെ ഒരു സിസ്റ്റമിക് ലൈഫ് ഇവിടുന്ന് ബിൽഡ് ചെയ്യാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അക്കാഡമിക്കലി മാത്രമല്ല ഡെവലപ്പ് ആവുന്നത്, നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ആവും. എസ്പെഷ്യലി ചില പിള്ളേരൊക്കെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എന്താ പറയുക, ഹോസ്റ്റൽ അഡ്ജസ്റ്റ് ചെയ്യുക, ബാക്കി ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക, ഒരു സോഷ്യൽ ബീയിങ് ആയി മാറുകയാണ് നമ്മളിവിടെ. നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം, ഒറ്റയ്ക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കണം. നമ്മളെ സ്ട്രെസ്സ്, എസ്പെഷ്യലി ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആവുന്ന സമയത്ത് ഒരുപാട് സ്ട്രെസ്സുള്ള ഒരു പ്രോസസ്സാണിത്. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സുകൾ നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യുക, അതൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. എസ്പെഷ്യലി MBBS പോലുള്ള ഒരു കോഴ്സിൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ തിയറി എന്ന് പറഞ്ഞാൽ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് എക്സാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്തുകൊണ്ടും നല്ലതാണ്. ബിക്കോസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഒരു ഡിസിപ്ലിൻ പഠിക്കും. ഒരു ഡോക്ടർ എന്ന നിലയിൽ അതാണ് ഏറ്റവും വേണ്ടത് ലൈഫിൽ. അപ്പം അങ്ങനെ ലൈഫിനെ തന്നെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ. 2027 നീറ്റ് എക്സാമിനായി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവരുടെ വാക്കുകൾ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.